ആസിയ ദ്രാസി ഇതൊന്ന് അയ്യടാ ഇന്നും കുടിക്കണോ? ഇതാ നീ ആരടാ കുടിക്കാരനാ? എടാ വല്ലപ്പോൾ കൊള്ളാം കേട്ടോ വാസി. ആ ഞാൻ സ്ഥിരം കുടിക്കാരനാ. നീ ഇത് പറഞ്ഞോണ്ടല്ലേ വീട്ടിനകത്തേറ്റോ തന്നെ ഉള്ള കാര്യം പറയാം. ഞാൻ ജംഗ്ഷൻ വരെ പോയത്. എടാ ഒരാളെ കാണാൻ ഇവിടെ ജംഗ്ഷൻ വരെ പോയടേ. നാളെ കുടിക്കാമെന്ന് പക്ഷേ വേടാ ആക്രാന്താ പിടിച്ചോ. ഷെയർ നീട്ടെങ്കിൽ ഞാൻ കുട്ടിക്കടാ വച്ചിട്ട് പോ കുടി. ചിലപ്പോ സാധനം കണ്ട് അപ്പം തന്നെ അടിച്ച് തീരണം. ഇന്നത്തെ സുഖം തന്നെ അവൻ്റെ ആക്രാന്താവും. സാധനോടെ പോയി എവിടെ വച്ചത് വച്ചിട്ട് പോയാ? രമേശ്, ഞാൻ വാഴക്കാല വീട്ടിലടാ. ഞാൻ അന്ന് വന്നപ്പോൾ വീട് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വാഴക്കാലയിൽ നിന്ന് കീ വാങ്ങിയിട്ട് വന്നതാണ്, ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും. അമ്മ എന്തോ ഒഫീഷ്യൽ തിരക്കിലാണെന്ന് തോന്നുന്നു. എന്തായി? അല്ല ഞാൻ പറയായിരുന്നേ, എനിക്ക് ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ജോലിക്ക് പോകണ്ടോ ഇനി പോലും. അയ്യോ അത് നടക്കില്ല പൊന്നുമോനെ. അമ്മയ്ക്കാവുന്നിടത്തോളം കാലം അമ്മ ജോലി ചെയ്ത് തന്നെ ജീവിക്കും. പിന്നെ നിങ്ങളെ ആരെയും അങ്ങനെ അത്രയ്ക്ക് വിശ്വാസമൊന്നും ആയിട്ടില്ല. ആവട്ടെ. ചേട്ടാ ചേട്ടന് ഇപ്പി കൊടുത്ത വാഗ്ദാനം അച്ഛന് കൊടുക്കില്ല ചേട്ടാ. അച്ഛൻ്റെ പണി സാധനമൊക്കെ പിറകെ അങ്ങ് വിൽക്കും. അല്ല അങ്ങനൊന്നുമില്ല. അച്ഛൻ ഇനിയിപ്പം ഈ ഇലക്ട്രോണിക്സ് ജോലി കളഞ്ഞാൽ തന്നെ വേറെന്തെങ്കിലും ജോലി. പാവം എന്തെല്ലാം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട മനുഷ്യനെ അല്ലേ. അതിനു വേണ്ടി പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല അച്ഛനെവിടെ പോയി? വാഴക്കാലം വരെ പോണെന്നും പറഞ്ഞ് പോയതാ. അച്ഛൻ നെയ്യാറ്റിൻകരയ്ക്ക് പോണെന്ന് പറയണ കേട്ടു. നന്നായി. ഈ ലോക്ക്ഡൌൺ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൌൺ അവിടെ പെട്ടുപോയതായിരുന്നല്ലോ. അപ്പൊ അടുത്തതിന് അവിടെ പെട്ടോളൂ. അല്ല ഇനിയിപ്പോ അച്ഛനോട് നെയ്യാറ്റിൻകര പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ കൂടെ പോകും. ആണോ? പോകുമ്പോ ഇതിനെ കൂടി കൊണ്ടുപോയിക്കോ. കുറച്ച് സമാധാനം കിട്ടുമല്ലോ എനിക്ക്. അപ്പൊ ഞാനും അമ്മയും പാറക്കുട്ടി മാത്രം. നല്ല രസം. അപ്പോഴും മനസ്സമാധാനം കിട്ടില്ല. ചേട്ടൻ എന്താ പൂജ ചേച്ചിട്ട് ബാധ തുള്ളി തുള്ളി പോണു?
ഈ ബാബ മണ്ടിലിരിക്കും ഇല്ലേ ഈ വെയിലാണ് അമ്മ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ അടുക്കള നോക്കിയപ്പോ അമ്മനെ കണ്ടില്ല. ദേ. അല്ല അച്ഛനേ ആ, ജംഗ്ഷൻ വരെ പോയിട്ട് വരാന്നും പറഞ്ഞ് രാവിലെ പോയതാ. പിന്നെ ഇത്ര നേരമായിട്ടും കണ്ടില്ല. ഇത് വഴിയിൽ ആരെയും കണ്ട് സംസാരിച്ചോണ്ടിരിക്കണ്ടാവും. അതെങ്കിലും ലേറ്റാണ്. ഈ കൊറോണ സമയത്ത് അച്ഛൻ എന്തായാലും വഴിയിൽ നിന്ന് ആരോടും സംസാരിക്കൂല. കൊറോണ അത്രയ്ക്ക് പേടിയാ. അച്ഛന് കൊറോണെങ്കിലും പേടിയുണ്ടല്ലോ, അത് നല്ലതാ. അമ്മ അമ്മ ഒന്ന് വിളിച്ചു നോക്കിയേ. വേണ്ടെന്നാ അറിഞ്ഞുണ്ട്. അയ്യോ കട്ടാക്കി. കട്ടാക്കി. ഒന്നിക്ക് ഒരു മിനിറ്റ് ഒന്നുകൊണ്ട് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് ഇപ്പോ. സ്വിച്ച് ഓഫ് ആയാലും നന്നായി. ഫോൺ ഓഫായി പോയതായിരിക്കും. കള്ളത്തരത്തിന് പോയതാ, അതുകൊണ്ടായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. ചിലപ്പോ അല്ലമ്മ ഇപ്പൊ നവാസങ്ങൾ വിളിച്ചെന്നല്ലേ പറഞ്ഞിട്ടല്ലേ പോയത്. അപ്പൊ ഇനി അതുവഴി വല്ല പണിക്കും പോയിക്കണം. പണിക്കോണെങ്കിൽ പിന്നെ ഇതിനെ സ്വിച്ച് ഓഫ് ചെയ്യണം. ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിക്കണം, ചാർജ് ചെയ്തു. ഏട്ടാ നീ നവാസിനൊന്ന് വിളിച്ചു നോക്കേ. ആ, ഫോണില്ല കയ്യില്. ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക. എന്നാ ഇതിനകത്ത് നവാസിന്റെ നമ്പർ ഉണ്ട്, ഇങ്ങോട്ട് വേണം വിളിക്ക്. ആ ഹലോ. ആ നവാസങ്ങൾ ഞാനാ. ആ അല്ല അതെ, അച്ഛനുണ്ടോ കൂടെ? ആ അല്ല, പാറമടയുടെ താഴത്തായിട്ട് അമ്പലത്തിൽ അവിടെ ഒരു വർക്ക് ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോ ആ ഓ ആ ശരി ശരി ശരി. ഇല്ല ഒന്നുമില്ല. ശരി ഞങ്ങളെ ശരി. എന്ത് പറഞ്ഞെന്ന് പറ. അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ നവാസങ്ങളെ കണ്ടൊരു ജോലിക്ക് തിരക്കാൻ പോണെന്ന്. ആ പറയടോ. നവാസങ്ങളെ അച്ഛനും കണ്ടിട്ടേ ഇല്ല. അമ്മ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ കള്ളം പറയത്തേ ഇല്ലാന്ന് പറയുമല്ലോ. അതെന്ത് സത്യമല്ലേ? പിന്നെ അച്ഛൻ എവിടെ പോയി? എവിടെ പോയി? വയസ്സാവുന്നവർ ഇത്തിരി കള്ളത്തരം കൂടുതലായി മനുഷ്യന്. വരട്ടെ, ശരിയാക്കി കൊടുക്കാം. ആ, അച്ഛന്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്തോന്നേ അച്ഛൻ എവിടെ പോയിട്ടുണ്ടാവും ചേട്ടോ? നീ ചിലപ്പോ അച്ഛൻ ആരെങ്കിലും കൂട്ടുപിടിച്ചിട്ടേ പാറമട ചൂണ്ടിടാൻ പോയതാണെങ്കിലോ? നോക്കിയാലോ? അത് ചിലപ്പോ ആയിരിക്കും. പോയി നോക്കാം. എനിക്ക് പണി മേടിച്ചൊന്നും പോരാന്ന്. ഓ ഞാൻ വരുന്നില്ല, പൊക്കോ. പെട്ടെന്ന് നോക്കാം. അച്ഛൻ എവിടെ പോയെന്ന് മക്കളോട് പറഞ്ഞായിരുന്നോ? എവിടെ പോയതാ? കടയിൽ പോയില്ല. കടയിൽ പോവാന്ന് പറഞ്ഞോ മക്കളോട്?
അമ്മ അവിടെ മക്കളെ കൊണ്ടുപോയില്ലേ? എന്ത്? അത് അച്ഛൻ അവിടെ ഇല്ല. അവിടെ ഇല്ല. അവിടെ ഇല്ലേ? ഇല്ല. ആ പാസി കൂസി നിന്റെ കൈ കിട്ടിയാണ്ടല്ല, ചുമ്മാതല്ലടാ നിന്റെ പെണ്ണുമ്പിള്ള സിംഗപ്പൂരിൽ നിന്നെ കൊണ്ടുപോകാത്തത്. നീ പോയെങ്കിലേ സിംഗപ്പൂര് ഭൂപടത്തിൽ പോലും കാണൂല, അത്ര നശിച്ചും നിന്നൊന്നും. നീ എത്ര കുടുംബത്തിനെ തകർത്തതാ വാസി നീ. കാണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൻ്റെ പിറകെ പോവരുത്, നശിച്ചു പോകും. ഏയ് വാസി വിളിച്ച് ഇത് എവിടെ ആരെ വിളിക്കാൻ? ഫോണ് ചത്ത് കിടക്കയില്ലേ? കൂടുതൽ ചത്ത് കിടക്കയില്ലേ ഫോണ്? ഇത് പറയാനോ നോക്കിയ കുറച്ചാളായിട്ട് ഞാനൊന്നൊന്ന് ലൂസാക്കി വിട്ടതാ പോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ തലയിൽ കയറുക. ഇങ്ങോട്ട് വരട്ടെ. ഇനി ഞാൻ കൊടുക്കണം, ശരിയാക്കി കൊടുക്കണ്ട്. മാക്സിമം ശല്യപ്പെടുത്തും. അതിനെന്താണ് അമ്മ അച്ഛനെ ശല്യപ്പെടുത്താണ്ടിരുന്നിട്ടുള്ളത്? ഉണ്ടായിരുന്നു കേട്ടാ. ടെൻഷൻ അടിച്ചിരിക്കില്ല, അതിന്റെ ഇടയിൽ കയറിയിട്ട് ഡയലോഗ് അടിക്കലട്ടാ. ആര് ടെൻഷൻ വെച്ചിരിക്കാൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല. അമ്മയുടെ മുഖം കണ്ടാലും പറയാം ടെൻഷൻ ഇല്ല. അതെ. അമ്മ പേടിക്കാണ്ടിരിക്കുക. എവിടെ പോയാൽ അച്ഛൻ ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ. അയ്യോ ഇനി അച്ഛനെ തപ്പം വേറെ ആരും വരണ്ട, അതാണ്ട പറഞ്ഞു. ഓ ഈശ്വര, ഇനി എൻ്റെ അച്ഛനത്തായോ എന്ന് പറഞ്ഞ കിടന്ന് കരയോടാ. നിങ്ങളെല്ലാരും റോട്ടിലിറങ്ങിക്കുന്നേ ഇതെന്താ ആരും മൊത്തൊരു ചിരിയില്ലാത്ത? ചേച്ചി അച്ഛൻ മിസ്സിങ്ങാ? ആ പൊന്നൊന്ന് വായമിച്ചൊന്നും മിണ്ടായി. അച്ഛന്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയതേ ഉള്ളൂ. ഇനി അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ മൊത്തം കിടന്ന് അല്ലെങ്കിൽ നാട്ടുകാരെ മൊത്തം അറിയിച്ച് നാണം കെടുത്തരുത്. അമ്മ നമ്മൾ എന്ത് ചെയ്യും? അമ്മ ഇനിയിപ്പോ എല്ലാവരും അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാന്? ഇത് സംഭവം എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലായി. എവിടെയാ? എനിക്ക് മനസ്സിലായി. എവിടെയെന്ന് പറയാ. ഭാസങ്ങള് അച്ഛനും കൂടി ഭാസങ്ങളുടെ വീട്ടിലിരുന്ന് അടിച്ചു പൊളിക്കണ്ടാവും. എനിക്ക് രാവിലെ ഫോൺ ഓഫ് ആക്കിയപ്പോഴേ തോന്നി ഇത് തന്നെ കയ്യോടെ പൊക്കാൻ പോയി കഴിഞ്ഞു. ആളെ വിളിക്കാമ്മ, ആളെ വിളിക്ക്. വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, നേരിട്ട് അങ്ങ് പോയി പൊക്കിക്കൊണ്ട് വരാം ഇങ്ങോട്ട്. വാ നമുക്ക് എല്ലാവർക്കും കൊണ്ട് പോവാം. അങ്ങനെ ചെയ്യാം. അതെ നോക്കിയോ അമ്മ, ഇന്നാ ഞാൻ ആ ബാസികളെ വലിച്ചേം കയറും. എടാ ആളെ എനിക്ക് വിട്ടെന്നേക്ക്, ബാക്കിയാ നോക്കി. വിഷ്ണു എന്താ ഈ കുരിശിനെ കൊണ്ടുപോണോ? എന്ത് ചുമന്നല്ലേ പറ്റൂ, കൂടെ വന്നില്ലേ? അല്ല ഒരു കാര്യം ചെയ്യാം. എന്താണ് നമ്മളവിടെ ഇരിക്കാം, നീ പോയി നോക്കി. നീയെ പോയി നോക്കിട്ടോ ഞങ്ങളവിടെ ഇരിക്കാം. ശരി ഞാൻ പോയി നോക്കിട്ടാ. നിങ്ങളവിടെ ഇരിക്കുന്ന നോക്കട്ടെ. വെള്ളവും തായിക്കണം. എന്ത് കഷ്ടം. എൻ്റെ അമ്മ കയ്യിൽ 5 പൈസ ഇല്ലാത്ത സമയാ. എന്നാ എവിടെയെങ്കിലും നടന്ന് 10 പൈസ ഉണ്ടാക്കി കൊണ്ട് തരണ്ടേ? അതല്ല ചെയ്യണത്, എവിടേക്കോ പോയി കിടക്കുക. കുറെ മക്കളോണൊന്ന് നിർബന്ധം. എന്നാ ഈ മക്കളെയൊക്കെ വളർത്തണം എന്നുള്ള വല്ല ചിന്തയുണ്ട? ഇതെങ്ങനെ വളർത്തും? അമ്മ അച്ഛൻ നെയ്യാറ്റിൻകരയ്ക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അഥവാ അങ്ങനെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നെയ്യാറ്റിൻകര എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? ഏയ് എനിക്ക് തോന്നുന്നത് ബാസ്യങ്ങളുടെ വീട്ടിൽ പോയി കാണും അച്ഛൻ. അത് തന്നെ. അമ്മ ഇനി അച്ഛൻ വല്ല ടൂറും പോയതായിരിക്കും. ഈ കൊറോണ സമയത്ത് ടൂറ്. എന്റെ പൊന്നി ചേച്ചിയെ വായം വെച്ചോണ്ടൊന്നും മിണ്ടാണ്ടിരി, മണ്ടത്തരം വിളിച്ച് പറയല്ലേ. ഇതെന്തൊരു കഷ്ടാ ശിവ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞല്ലേ. ഇനിയിപ്പോ അച്ഛൻ വല്ല വിഷമം കാരണം വല്ല ആത്മഹത്യ വേണമെങ്കിൽ ഞാൻ പറയും. പൂജ എന്തോന്നത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞമ്മ. നല്ല ഉദാഹരണം. പോയ മുടിഞ്ഞാണ് എവിടെ പോയി കിടക്കണത്. കുറെ നാളല്ല പോയിട്ട്. ഇനിയിപ്പോ അച്ഛനെ പൊക്കിയപ്പോ അച്ഛൻ നേഴ്സിൽ സോപ്പിട്ട് ചാക്കിലാക്കി കാണും. അത് നീ അച്ഛനെ ചാക്കിൽ വീണത് നീ. അവൻ എൻ്റെ മോനാ. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയും. ഇവിടെ അച്ഛനെ കാണാനില്ല, അപ്പൊ മോന്റെ മഹിമ പറഞ്ഞ് കളിക്കണ. കൊല്ലം നന്നായിട്ടുണ്ട്. അതെ വിഷയുടെ പയ്യോട് വീഴൂലേ? അയ്യോ അതിനിടയ്ക്കാണ് ചേട്ടൻ്റെ ഒരു സുരക്ഷ പറയട്ടാ. ഞാൻ ബാസ്യങ്ങളുടെ വീട്ടിൽ കയറി ബാസ്യങ്ങൾ അവിടെ ചപ്പാത്തിയും ചിക്കനും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കണം. ചപ്പാത്തിയും ചിക്കനാ? നീ വയറളി പണ്ടാറ ചാവൂടാ. അപ്പൊ അവനൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? അല്ല അച്ഛനെ കണ്ടോ? അച്ഛനെ കണ്ടിട്ട് കുറെ നാളായിന്ന്. ഫോൺ വിളിച്ചെടുക്കില്ല, അച്ഛൻ വെറും നന്ദിയിട്ട് കൂട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ആവാസങ്ങളുടെ പേരും പറഞ്ഞ് കുറെ പേരൊപ്പം വെള്ളം ഒടിച്ച് നടക്കണമെന്നാണ് ബാസ്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. സത്യമായി എന്ത് ചെയ്യാ? പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലിപ്പോ എന്താ ബാസ്യങ്ങൾ എന്താ വരാത്തത്? വന്നു കഴിഞ്ഞാൽ അച്ഛനൊരു പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് അതെടുത്ത് ബാസ്യങ്ങളുടെ തലയിടും. അപ്പൊ ആര് വിടും? ബാസ്യങ്ങളിൽ പെടണ പാവം. ബാസ്യങ്ങള് പറഞ്ഞ സത്യം തന്നെ. വയസ്സാകുന്നതോറും നിന്റെ അച്ഛന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. ഇത്
കഷ്ടമാണെന്ന് നോക്കണേ. എനിക്ക് മടുത്തേട്ടാ. ഞാൻ അച്ഛൻ്റെ കൂടെ ജീവിച്ച എനിക്ക് മതിയായി. ഇപ്പം എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നാട്ടുകാർ ചോദിക്കും വയസ്സാങ്കാലത്ത് ഇവക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. ദ്രോഹി. അപ്പൊ അമ്മ ഡിവോഴ്സ് ആണോ ഉദ്ദേശിച്ചത്? എൻ്റെ പൊന്നു കൊച്ച് ഒന്നും മിണ്ടാതിരി പ്ലീസ്. എൻ്റെ അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞതാ, മോളെ തലേ കൈവച്ച് പറഞ്ഞതാ, എൻ്റെ പൊന്നു മോളെ ഈ ബന്ധം നമുക്ക് ശരിയാവില്ല, അവൻ കള്ളനാന്ന്. വൈ കുട്ടപ്പിള്ള തന്നെ എൻ്റെ അച്ഛനെ പല്ലാവുക ഞാൻ കരുതിയത്. മൂശാന്താടി. അമ്മ പറഞ്ഞ ശരിയാ. അച്ഛന്റെ സ്ഥാനത്ത് വേറെ കഴിവുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മളിപ്പോ സുഖിച്ച് ജീവിച്ചേനെ. സുഖിച്ച് കുരുട്ടെ. എനിക്കിപ്പോ വരെ വരെ അച്ഛൻ്റെ സ്വഭാവം ഒട്ടും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അമ്മ. ഈ അച്ഛൻ വയസ്സായിരുന്നതും ഭയങ്കര ബോറ് സ്വഭാവമായിട്ട് വരുവാ. ഞാൻ നൈസിൽ അഭിനയിച്ച് അച്ഛൻ്റെ കൂടെ സോപ്പിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ അച്ഛന് കോംപ്ലക്സ് അടിച്ച് ഇവിടെ മൊത്തം അടിയുണ്ടാക്കും. ഞാൻ ഇപ്പം അച്ഛൻ പറയുന്നൊന്നും കേൾക്കാറ് പോലും ഇല്ല. എടാ ഞാൻ തറാവ് വിചാരിച്ചു. നീയും അച്ഛനെ തള്ളി പറഞ്ഞാടാ. അച്ഛനെ ഇത്രയും വൃത്തിയുടെ ഒരു മനുഷ്യനായിരുന്നാ? ഇനിയിപ്പോ അച്ഛൻ തിരിച്ചു വന്നാലും ഞാൻ അച്ഛനോട് മിണ്ടാൻ പോണില്ല. എന്തല്ലേ നീ എല്ലാം കൂടെ എന്നെ ചേർന്ന് തള്ളി പറ. നിനക്ക് വേണോടാ ബാലു. നീ വെള്ളമെന്ന് കേൾക്കുമ്പോൾ നീ കമന്ന് വീഴുമല്ലേ? ആ പറട്ട വാസി നീ അനുഭവിക്കടാ. കുട്ടമ്പിള്ളാരെ മരുമോനെ നീ അനുഭവിക്ക്. ഇതിപ്പോ അച്ഛൻ സത്യം പറഞ്ഞാൽ എവിടെയാണെന്ന് നമുക്കൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഇനി നിനക്ക് പറയാനുള്ള നീ വെള്ളം പടാ മുടിയാ, കടുജൂൽ പൊട്ടാ മുടിയാ, നീ കൂടെ പറ. നമുക്കൊക്കെ വേണ്ടി കുറേ അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇത്ര വരെ എത്തിച്ചത്. അപ്പം ഈ ദേഷ്യത്തിൽ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടണമായിരിക്കും. എപ്പോൾ വരുന്ന ആർക്കും അറിയില്ല. ചിലപ്പോൾ വരുമ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ. അതിന് മുന്നേ ഇങ്ങനെയൊന്നും കയറി പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മുടിയായി എൻ്റെ മുടിയായി. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഈ അകത്തായ വരെ നിന്നെ അറിയിക്കാൻ പോലും പറ്റില്ലടാ കടിഞ്ഞൂർ പോട്ട. വിഷ്ണു അയ്യോ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ എൻ്റെ കൂടെ. സത്യം പറയാൻ ദേഷ്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോണത്. ഇഷ്ടമില്ലായിട്ടല്ല, എനിക്കൊന്ന് കണ്ടാൽ മതി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട്. എന്തിനടി മറുതെ പുഴുങ്ങി തിന്നാനാ? കണ്ടാ മതി. ഇവിടെ വാ. അച്ഛൻ എവിടെ പോയാലും വരാണ്ടിരിക്കില്ലല്ലോ. വാ പോയാലും ചോദിക്കാം. അവിടെ പോയിരുന്ന ഒരു സമാധാനം കിട്ടൂലടാ. വാ അപ്പൊ ആറുവിന് എടുക്കടാ. പിടി കയ്യില് കൊച്ചിനേനൊന്ന് കാണണ പട്ടി. കൊച്ചിനേക്കൊന്ന് കാണണം.